നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലാണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 14 വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ പ്രവർത്തിച്ചു വരുന്ന കോട്ടയ്ക്കൽ ഓറിയന്റൽ അക്കാദമിയിലാണ് വിരുന്നിന്റെ ടീം ഇപ്പോഴുള്ളത്. ഇവിടെ എത്തുമ്പോൾ കോട്ടയ്ക്കൽ ഓറിയന്റൽ അക്കാദമിയുടെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും അതുപോലെ തന്നെ ഇതിൻ്റെ വിശേഷങ്ങളുമൊക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കാനെത്തിയിരിക്കുന്ന മഹത്വ്യക്തി ഇതിൻ്റെ കോട്ടയ്ക്കൽ ഓറിയന്റൽ അക്കാദമിയുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ഉമർ ഗുരുക്കളാണ്. ശ്രീ ഉമർ ഗുരുക്കൾ കോട്ടയ്ക്കലിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രവർത്തന പാരമ്പര്യ പരിചയ ഇവിടുത്തെ കോഴ്സുകളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ കോട്ടയ്ക്കൽ ഉമർ ഗുരുക്കളെ വിരുന്നിലേക്ക്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു ഓറിയന്റൽ അക്കാദമിയുടെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിലിന്റെ രക്ഷാധികാരി കൂടിയാണ്. ഈ ഒരു പദവി അലങ്കരിച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തിത്വം ഓറിയന്റൽ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ഉണ്ട്. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ ഉമർ ഗുരുക്കൾ കോട്ടയ്ക്കലിനെ വിരുന്നിലേക്ക്. സർ നമസ്കാരം. നമസ്കാരം. ഞാൻ ഉമർ ഗുരുക്കൾ കോട്ടയ്ക്കൽ. ഓറിയന്റൽ അക്കാദമിയെ കുറിച്ച് അല്പസമയം നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ജോബ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ഇതാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും വിദ്യാഭ്യാസവും തൊഴിലും നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലത്തെ എഡ്യൂക്കേഷൻ ഇന്ന് വലിയ ചിലവ് കൂടിയതും ചില ആളുകൾക്കൊക്കെ കാണാകനിയുമാണ്. എന്നാൽ ഓറിയന്റൽ അക്കാദമി കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടിലേറെയായി കോട്ടയ്ക്കൽ ആസ്ഥാനമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരിശീലന കേന്ദ്രങ്ങളുള്ള ഒരു അക്യുപഞ്ചർ പരിശീലന സ്ഥാപനമാണ്. ഇന്ന് +2 വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ സാധാരണ ഒരു മെഡിസിനൊക്കെ എടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കണം. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും സാധാരണക്കാരന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് വരുന്ന 2ാമത്തെ വൈദ്യശാസ്ത്രമാണ് അക്യുപങ്ക്ചർ. ഈ അക്യുപങ്ക്ചർ പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ധാരാളം സംസ്ഥാനങ്ങളിലായിട്ട് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടിലേറെയായി കോട്ടയ്ക്കൽ ആസ്ഥാനമായിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഏകദേശം 500ഓളം അക്യുപഞ്ചർ പ്രാക്ടീഷണർമാർ ഇന്ന് കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് പുറത്തും വളരെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു വരുന്നുണ്ട്. സർ, അതുപോലെ തന്നെ നമ്മളുടെ ഒരു അക്കാഡമിയിലേക്ക് ഒരു കുട്ടി എത്തുകയാണെങ്കിൽ അവരുടെ ആ ഒരു പഠിക്കുവാനുള്ള നമ്മൾക്ക് അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയും അതിനെ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയാണ്? അക്യുപഞ്ചർ പഠിക്കാൻ ഇന്ന് യോഗ്യത നമ്മൾ +2 ആണ് യോഗ്യത നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ +2 യോഗ്യതയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്നത് ഡിപ്ലോമ ഇൻ അക്യുപങ്ക്ചർ എന്ന കോഴ്സാണ്. കേരളത്തിലെ നിയമം അനുസരിച്ച് ഒരു അക്യുപഞ്ചർ ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് ഇവിടെ അക്യുപഞ്ചർ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഓറിയന്റൽ അക്കാദമി തുടർന്ന് 3 വർഷം ബാച്ചിലർ ലെവൽ അക്യുപങ്ക്ചർ എന്ന കോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള അക്യുപഞ്ചർ സിസ്റ്റം ഓഫ് തെറാപ്പി ബോർഡ് ബാംഗ്ലൂർ ആ സ്ഥാപനവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനമായി നൽകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാസ്റ്റർ ലെവൽ അക്യുപഞ്ചർ 2 ഇയർ, അത് കഴിഞ്ഞ് PhD വരെയുള്ള പഠനങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. സർ, അതുപോലെ തന്നെ നമ്മുടെ സെന്ററിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ എത്തുന്ന ഒരു കുട്ടിക്ക് അവരുടെ ഓരോ കോഴ്സുകളുടെ ആ ഒരു രീതിയും അതിൻ്റെ കാലാവധിയും അത് നമുക്ക് എത്ര വർഷം കൊണ്ട് പൂർത്തീകരിച്ച് ഇറങ്ങാം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമാക്കാമോ? ഡിപ്ലോമ കഴിഞ്ഞ് 1 വർഷമാണ്. 1 വർഷം പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ കോഴ്സ് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാം. തുടർന്ന് 2nd ഇയർ ബാച്ചിലർ ലെവൽ അക്യുപഞ്ചറിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2nd ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാം. പിന്നീട് 3rd ഇയറും കഴിഞ്ഞാൽ 3 ഇയർ കോഴ്സായി. അപ്പോൾ അവൻ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. പിന്നീട് ആവശ്യമാണെങ്കിൽ മാസ്റ്റർ ലെവൽ അഥവാ PGക്ക് സമാനമായിട്ടുള്ള മാസ്റ്റർ ലെവൽ, അത് കഴിഞ്ഞാൽ PhD വരെയുള്ള കോഴ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർ, നമ്മളുടെ ഇതിൻ്റെ ഒരു തൊഴിൽ സാധ്യത നമ്മളെ കോഴ്സ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ഇതൊരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം അവരുടെ ഒരു തുടർന്ന് അങ്ങോട്ടുള്ള ഒരു ജീവിതത്തിനൊരു തൊഴിൽ സാധ്യത ലഭ്യമാവും? തീർച്ചയായിട്ടും നല്ല ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ തെറ്റായ ജീവിതശൈലി,
ഏത് സാധാരണക്കാരനും അറിയാം, പെയിൻ കില്ലർ ഒരു പരിധിയിൽ അപ്പുറം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത്. എന്നാൽ അക്യുപഞ്ചറിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നതും ഈ പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പെയിൻ കുറക്കുക എന്നുള്ളത് മരുന്ന് കഴിക്കാതെ തന്നെ ഈ അക്യുപഞ്ചറിലൂടെ ഇത് കുറക്കാം, പെയിൻ കുറക്കാം. അതുപോലെ ഈ പെയിൻ കുറക്കുക വഴി മറ്റുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴുള്ള പാർശ്വഫലങ്ങൾ ഇതിനില്ല, പിന്നെ എക്സ്പെൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സാ രീതി ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ, അവന് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ സിറ്റികളിലൊക്കെ തന്നെ വലിയ വലിയ അക്യുപഞ്ചർ ക്ലിനിക്കുകളൊക്കെ വന്നു കഴിഞ്ഞു. ആദ്യമൊക്കെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അക്യുപഞ്ചർ എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് മനസ്സിലായി. മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ മരുന്നുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സാ രീതിയിലേക്ക് ഇന്ത്യയിലും പുറംനാടുകളിലൊക്കെ തന്നെ സമൂഹം അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു അക്യുപഞ്ചർ പ്രാക്ടീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിനിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം രോഗികൾ വരുമ്പോൾ രോഗികൾ പെയിൻ മാനേജ്മെന്റ് വഴി അവർക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഒട്ടനേക അസുഖങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു നീ പെയിൻ ഉള്ള ഒരാൾക്ക് ഒരുപാട് കാലം മരുന്ന് കഴിച്ചാൽ എന്താ ഉണ്ടാവുക, മരുന്ന് വേദന താൽക്കാലിക ആശ്വാസം ഉണ്ടെങ്കിലും അത് കാരണമായിട്ട് ധാരാളം അസുഖങ്ങൾ വരുന്നു. എന്നാൽ അക്യുപഞ്ചർ ഒരാൾ ആ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ വേദന കുറയുമെന്ന് മാത്രമല്ല, ഇതുകൊണ്ടുള്ള മറ്റ് പാർശ്വഫലങ്ങൾ, മറ്റ് സിസ്റ്റമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് ഒഴിവാകുകയും ചെയ്യുന്നു. താരതമ്യേന മറ്റിനെ അപേക്ഷിച്ച് ചെലവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു തൊഴിൽ സാധ്യത ധാരാളം ആളുകൾ ഈ വഴിയിലേക്ക് വരുന്നത് കൊണ്ടും ഇന്ന് സോഷ്യൽ മീഡിയ വളരെ കൂടുതലുള്ള ആളുകൾ കാലഘട്ടമായതിനാലും ഈ ചികിത്സാ രീതിക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. ഓറിയന്റൽ അക്കാഡമി ഒരു നാഷണൽ രജിസ്റ്റേർഡ് NGO ആണ്. നമുക്കറിയാം, NGOs ആണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു ഘടകം. അപ്പോൾ ഓറിയന്റൽ അക്കാഡമി ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആൻഡ് അലൈഡ് സയൻസസ് എന്ന നമ്മുടെ സ്ഥാപനം നാഷണൽ രജിസ്റ്റേർഡ് NGO ആണ്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന, കൃത്യമായി ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ISO രജിസ്റ്റേർഡ് സ്ഥാപനമാണ് ഓറിയന്റൽ അക്കാഡമി. ഇനി ഓറിയന്റൽ അക്കാഡമി ഉദ്ദേശിക്കുന്നത് ഇതുപോലെ പരിശീലിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തുമുള്ള ധാരാളം യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ NGOയുടെ അണ്ടറിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക. നിർധനരായ രോഗികൾക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗജന്യ ചികിത്സാ രീതികൾ നൽകുക. അതുപോലെ തന്നെ കേരളത്തിലും അക്യുപഞ്ചർ ധാരാളം റിസൾട്ടുകൾ അനുദിനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു റിസർച്ച് ഗ്രൂപ്പിന് രൂപം നൽകുക. ഇതൊക്കെയാണ് ഓറിയന്റൽ അക്കാഡമിയുടെ വരും കാലത്തെ ഞങ്ങളുടെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന രീതികൾ. സാർ, അതുപോലെ ഇത്രയും നേരം നമ്മൾ ഓറിയന്റൽ അക്കാഡമിയുടെ അക്കാഡമിക് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അക്യുപഞ്ചർ ചികിത്സാ രീതികൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്? ഇപ്പോൾ കേരളത്തിൽ ഡോക്ടർ സാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ വിജയകരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് അക്യുപഞ്ചർ രീതിയിൽ നടന്നു വരുന്നത്. അപ്പം ആ ട്രീറ്റ്മെൻറ്റ് രീതികളെക്കുറിച്ചൊന്ന് സംസാരിക്കും. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയാവാം, ഭക്ഷണശൈലിയാവാം, മാനസികാവസ്ഥയാവാം, പലതുമാവാം. അത് കണ്ടുപിടിക്കുകയാണ് അക്യുപഞ്ചറിസ്റ്റ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത് അതിനൊരു കൃത്യമായ നിർദ്ദേശം കൊടുക്കുക എന്നുള്ള. ഉറക്കം ഒഴിവാക്കിയിട്ട് വരുന്ന രോഗിക്ക് ഏത് മരുന്നുകളോ ചികിത്സയോ എല്ലാം ആവശ്യം, ഉറക്കമാണ് ആവശ്യം. അത് കൃത്യമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞ് ജീവിതശൈലി, ഉറക്കം, ഉണർച്ച, വ്യായാമം, വെള്ളം, ഭക്ഷണം, ജീവിതശൈലിയെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങളാണ് ആദ്യമായിട്ട് ഒരു രോഗിക്ക് നമ്മൾ നൽകുക. രണ്ടാമതായിട്ട് രോഗത്തിന്റെ കാരണം കണ്ടുപിടിച്ചതിന് ശേഷം ഈ അവയവത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള അത്ഭുതകരമായ അക്യുപഞ്ചർ പോയിന്റ് മനുഷ്യ ശരീരത്തിലുണ്ട്. ആ പോയിന്റുകൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ ആ അവയവങ്ങൾ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരും. അത് വരുന്ന സമയത്ത് അതിന്റെ ഫലം എന്താണ്? ആ രോഗങ്ങൾ കുറഞ്ഞു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് ചില പോയിന്റ് സ്റ്റിമുലേറ്റ് ചെയ്താൽ രണ്ടാം ദിവസം, മൂന്നാം ദിവസം ചിലപ്പോൾ ആ സമയം തന്നെ വേദന കുറഞ്ഞു വരുന്നു, വയറുവേദനകൾ കുറഞ്ഞു വരുന്നു, മുട്ടുവേദന കുറഞ്ഞു വരുന്നു, നടുവേദന കുറഞ്ഞു വരുന്നു. ഇങ്ങനെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഇന്നും ഇന്നലെയല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള വിവിധ എത്രയോ തലമുറകൾ ഇത് ഉപയോഗിച്ച് അതിന്റെ ഫലവും ആധുനിക കാലത്ത് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാലത്ത് അതിന്റെ
ഈ റിസർച്ച്, ആ റിസർച്ചിന്റെ ഫലവും കൂടി ചേർന്നിട്ടാണ് ഇന്ന് അക്യുപഞ്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് പഠിക്കുകയും പഠിക്കാൻ മുന്നോട്ട് വരികയും ചികിത്സക്ക് മുന്നോട്ട് വരികയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. 3 കാര്യങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, ചികിത്സാ ചെലവ് വളരെ കുറവാണ്. കാരണം ഇതിന് മറ്റ് ചെലവുകളില്ല, ഓപ്പറേഷനോ അല്ല മറ്റ് ധാരാളം മറ്റു ചിലവുകളൊന്നും, മറ്റ് ചിലവുകളൊന്നും ഇല്ല. ഇതിൽ നാടി പിടിക്കുകയും നീഡ് ചെയ്യുകയും ചെയ്യുകയാണ് ഇതിന്റെ ചികിത്സാ രീതി. അതുകൊണ്ട് തന്നെ ചികിത്സാ ചെലവ് താരതമ്യേന കുറവാണ്. ഇന്നൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വരുമാനത്തിന്റെ വലിയൊരു ശതമാനം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. രണ്ടാമത്തെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പാർശ്വഫലങ്ങൾ തീരെ ഇല്ല എന്നുള്ളതാണ്. തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചർ കൃത്യമായിട്ട് പഠിക്കാത്ത ആളുകൾ മനുഷ്യ ശരീരത്തിൽ സൂചി ഇറക്കിയിട്ടുണ്ടെങ്കിൽ പാർശ്വഫലം ഉണ്ടാവും. അത് ഒരിക്കലും അക്യുപഞ്ചറിന്റെ ദോഷമല്ല, അത് ആ വ്യക്തിയുടെ അറിവ് കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ച ഒരാൾ അക്യുപഞ്ചർ ചെയ്യുകയാണെങ്കിൽ, കാരണം അക്യുപഞ്ചർ നീഡിൽ ഇറക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, ധൈര്യപൂർവ്വം ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഓരോ പോയിന്റുകൾക്ക് ഓരോ പ്രത്യേകത. ആ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ, അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ ഇതിന് പാർശ്വഫലങ്ങളില്ല. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ കിടപ്പിലായ രോഗികളും അല്ലെങ്കിൽ മറ്റ് മഹാരോഗങ്ങൾക്കുള്ള ഒരുപാട് കാരണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം മരുന്നുകളുടെ പാർശ്വഫലമാണ്. അതുകൊണ്ട് ഇതിന് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാർശ്വഫലങ്ങളില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഏത് ചികിത്സ ആളുകൾ ചെയ്യുന്നത് ആ രോഗം മാറാനാണ്. എത്രയും പെട്ടെന്ന് രോഗം മാറണം, പാർശ്വഫലങ്ങൾ ഉണ്ടാവരുത്, അതുപോലെ തന്നെ ചികിത്സാ ചെലവ് കുറയണം. ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇതിന് വളരെ പെട്ടെന്നായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട്. കാരണം മനുഷ്യ ശരീരത്തിലെ ജീവശക്തി വർദ്ധിക്കുകയും മനുഷ്യത്തെ അടഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ ഒഴിവാകുകയും ചെയ്താൽ, കൃത്യമായി ജീവിതശൈലി അവർ പിന്തുടരുകയും ചെയ്താൽ, അവർ രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങി വരികയാണ്. ഈ 3 കാരണത്തോടെയാണ് ജനങ്ങൾ ഇതിനെ സമീപിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അധ്യാപകന്റെ വാക്കുകൾ കൂടി തന്നെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അക്യുപഞ്ചർ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ ഒക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും താങ്കൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളുടെ ഒരു അക്കാഡമിക് ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഇത് തിരക്ക് പിടിച്ചൊരു ലൈഫാണ്. വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ, മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിലുള്ള സെൻറ്ററുകളുടെ പ്രവർത്തനങ്ങൾ, ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും താങ്കളുടെ ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഈ ഒരു ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവിധ താളവും തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയാണല്ലോ. കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ താങ്കൾക്ക്, അതുപോലെ തന്നെ അവരുടെ ഓൺ ഫാമിലി വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ? കുടുംബം, എൻ്റെ പിതാവ് എൻ്റെ 10ാം ക്ലാസ് കാലഘട്ടത്തിൽ മരണപ്പെട്ടു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു സഹായം കൊണ്ടാണ് ജീവിച്ചത്. ഒരു കുറേ കാലം അനാഥയെ പോലെ തന്നെയാണ് എൻ്റെ ജീവിതം ഉണ്ടായത്. പിന്നീട് മാതാവ് പ്രായമായ ആളാണ്, വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. പിന്നീട് ജീവിത പങ്കാളിയായി എൻ്റെ നസീറ കടന്നു വന്നു. ആദ്യകാലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കാരണം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പഠനമായിരുന്നു. പഠനം, ഞാൻ ആയോധന കല വളരെ ചെറുപ്പകാലം മുതൽ അഭ്യസിച്ച് വരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ വൈദ്യശാസ്ത്രം, അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിൽ വല്ലപ്പോഴും വന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. പഠനവും പരിശീലനം, ഇതിൻ്റെ തൊഴിൽ ഒക്കെ ആയി. പിന്നീട് അവളും ഈ മേഖലയിലേക്ക് കടന്നു വന്നു. അപ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതൽ മനസ്സിലായി. വളരെ സന്തോഷവതിയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ 4 മക്കളുണ്ട്. ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യത്തിലും അവൾ എൻ്റെ ഒരു കൈത്താങ്ങായിട്ട് ജീവിതത്തിൽ ഉണ്ട്. അതെനിക്ക് വളരെ ഒരു പ്രൊമോഷനാണ്. ഇപ്പോൾ കുടുംബത്തിലും വീട്ടിലും നാട്ടിലൊക്കെ. പിന്നെ നമുക്ക് കിട്ടിയ വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് 500ഓളം മക്കളുണ്ട്. ആ മക്കൾ എന്തിനും ഏതിനും എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് എൻ്റെ വലിയൊരു വിജയമാണ്. എനിക്ക് 4 മക്കളാണുള്ളത്. മൂത്ത മകൻ മുഹമ്മദ് സിനാൻ ഇപ്പോൾ എറണാകുളത്ത് പഠിക്കുന്നു. രണ്ടാമത്ത് ഫാത്തിമ റുമൈസ +2 വിദ്യാർത്ഥിനിയാണ്. മൂന്നാമത്ത് അറബി കോളേജിൽ പഠിക്കുന്നു അമീൻ ഷമാസ്. നാലാമത്ത് മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് അബ്ദുൽ ജബ്ബാർ, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബം. നമ്മൾ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് പുതിയ കോഴ്സ് അന്വേഷിച്ച് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും അവരുടെ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ ചെലവിൽ നിങ്ങൾക്ക് വലിയൊരു വിദ്യാഭ്യാസം നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. KUG ഓറിയന്റൽ അക്കാഡമി കോട്ടക്കൽ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാ സ്റ്റഡി സെൻ്ററുകളിലും ഇതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവരും അവിടെ അഡ്മിഷൻ എടുക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സാമ്പത്തികമായി കുറവാണ് എന്ന കാരണത്താൽ ആരും ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഓറിയന്റൽ അക്കാഡമി ഒരുക്കിയിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ ഒമർ ഗുരുക്കൾ സാർ. കാരണം
ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ +2 റിസൾട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ രക്ഷിതാർത്ഥികൾ, വിദ്യാർത്ഥികൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്കളുടെ ഈ ഒരു വിലപ്പെട്ട സമയത്തിൽ നിന്നും ഒരു അല്പസമയം വിരുന്നിൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിനെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.